ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ നോമ്പ് കാലങ്ങളിലൊക്കെ വെക്കുന്ന ജീരകക്കഞ്ഞിൻ്റെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കുന്ന ഒരു വെറൈറ്റി സൈഡ് ഡിഷ് റെസിപ്പിയാണിത്. ഇത് മട്ടൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കൈമ വട, ഒരു വടൻ്റെ ഷേപ്പിലുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കൈമ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 kg മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ മട്ടൻ നമ്മൾ കൈമ വടക്ക് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവരിതുപോലെ ചെറുതാക്കിയിട്ട് കൊത്തി തരുന്നത് കാണാം. നമ്മൾ അഥവാ അങ്ങനെ കൊത്തി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് തിരിപ്പിച്ചാൽ മതിയാവും. ഞാനിവിടെ ഇതായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വാര വെക്കണം. വെള്ളം തീരെ ഇല്ലാത്ത പോലെ ഒന്ന് വാര വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ റെഡിയാക്കാം. അതിനായി ഞാനൊരു ജാറെടുത്ത് അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ അതിലോട്ട് നമുക്ക് ഒരു 2-3 അല്ലികൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറ്റ് മസാല കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1/2 പോർഷൻ മട്ടൺ അതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ അളവ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള 1/2 പോർഷൻ കൂടെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ മിക്സ് ചെയ്ത മിക്സറാണ് ഇത്. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് നല്ല മാവ് പോലെ, മട്ടൻ്റെ പീസൊന്നും ഇല്ലാത്ത പോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത മിക്സറാണിത്. മട്ടൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിരിപ്പിച്ച് നല്ല മാവ് പോലെ ആക്കിയെടുക്കണം. ഞാൻ 1/2 പോർഷൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശേഷം നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ചെറിയ ചെറിയ വടകളുടെ ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോമ്പിനൊക്കെ വെക്കുന്ന നോമ്പ് കഞ്ഞി, അതുപോലെ ജീരകക്കഞ്ഞി എന്നൊക്കെ പറയും. അത് നോമ്പിന് എല്ലാവരും സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ ഒപ്പം ഇതൊരു സൈഡ് ഡിഷായിട്ടും അതിലോട്ട് ഇത് ഒന്ന് ചെറുതായി ഇട്ടിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആ ബെല്ലിൽ തൊടുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകളാക്കി എടുത്ത് നമുക്ക് എണ്ണയിലോട്ട്, പാൻ ചൂടാക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഒരു 1/4 കിലോ മട്ടൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ അധികം ഇതിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ 2 ഭാഗവും നമുക്ക് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ പോകുന്ന നേരത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ വർദ്ധിക്കാൻ സഹായിക്കും. ഒറ്റയടിക്ക് തന്നെ അത് ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റി തന്നെയാണ്. പക്ഷേ ഇതുപോലെയും ചെയ്ത് വെക്കാം. നമുക്ക് രാത്രിക്ക് അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ് കൂടെ ഉണ്ടാവും. ഇതിൽ ചിലർ തേങ്ങയൊക്കെ ചേർത്ത് അരക്കുന്നത് കാണാം. അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈമ വട റെഡി ആയിട്ടുണ്ട്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ളൊരു വടയാണിത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണമല്ലോ. ഇതുപോലെ നമുക്ക് മറ്റ് വടകളും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റി സെർവ് ചെയ്യാം. നെക്സ്റ്റ് വെനസ്ഡേ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.